ഹാഷ്മി തൃശ്ശൂരില് വി എസ് സുനിൽകുമാറിനൊപ്പമാണെന്ന് തോന്നുന്നു നമ്മുടെ ഗോപികൃഷ്ണനുണ്ട്. ഗോപികൃഷ്ണൻ പറയൂ എന്താണ് സ്ഥാനാർത്ഥി പറയുന്നത്? എസ് കെ, ഞാനിപ്പോഴുള്ളത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടത് മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ സ്വന്തം ഗ്രാമമായ അന്തിക്കാടാണ്. ഇവിടെ അടുത്ത് മുറ്റിച്ചൂർ സ്കൂളിലാണ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ വോട്ട്. അദ്ദേഹത്തിന്റെ മാതാവ്, ഭാര്യ, മകൻ അങ്ങനെ കുടുംബസമേതം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. മുറ്റിച്ചൂർ സ്കൂൾ ഇവിടുന്ന് ഏതാണ്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അദ്ദേഹത്തിന് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷകൾ ഈ അവസാന നിമിഷങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഇതാ തയ്യാറായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ഭാര്യ, മകൻ ഇവർക്കൊപ്പമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. തൃശ്ശൂരിൽ നമുക്കറിയാം 14,83,000 വോട്ടുകളുണ്ട്. അതിൽ ഭൂരിപക്ഷവും വനിതാ സ്ത്രീ വോട്ടർമാരാണ്. 7,4 ലക്ഷം വോട്ടുകളാണ് സ്ത്രീ വോട്ടർമാരായിട്ടുള്ളത്. അതാ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ വന്നിട്ടുണ്ട്. നമസ്കാരം. അപ്പോൾ ഒരു പ്രതീക്ഷ? ഞാൻ 100% ജയിക്കും. വലിയ വിജയപ്രതീക്ഷയിലാണ്. കാരണം ഇന്നലെ ഞാൻ രാത്രി 11 മണി വരെ എല്ലാ മണ്ഡലങ്ങളിലും, 12 മണി വരെ എല്ലാ മണ്ഡലങ്ങളിലും പോയിരുന്നു. അപ്പോൾ എല്ലായിടത്തും വളരെ ആവേശകരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ നമ്മുടെ 7 മണ്ഡലങ്ങളിൽ നമ്മൾ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരാണ് കഴിഞ്ഞ തവണ വളരെ പിറകിൽ പോയ ഒരു മണ്ഡലം 2019. ആദ്യത്തവണ നമ്മൾ ലീഡ് പിടിക്കുന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കൂടുമോ? 77.94 കഴിഞ്ഞ തവണ. 70 അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്രാവശ്യം പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പാർട്ടികളും നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാവും. ആ പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായാലും നമുക്ക് നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടുകൾ നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ വർധനവ് എനിക്ക് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോഴേ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണുള്ളത്. ഇത്തവണ സ്ത്രീ വോട്ടർമാരായിരിക്കും വിജയം നിശ്ചയിക്കുക എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതിനൊരു യോജിക്കുന്നുണ്ട്. അത് പുതിയ കാര്യമല്ലല്ലോ. ഏത് കാലത്തും സ്ത്രീ വോട്ടർമാർ തന്നെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അതിപ്പോൾ ഈ കൊല്ലം മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമില്ല. സ്ത്രീ വോട്ടർമാരാണെങ്കിലും പുരുഷ വോട്ടർമാരാണെങ്കിലും അവർക്ക് രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്. അല്ലാണ്ട് സ്ത്രീ വോട്ടർമാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ലാത്തവരും പുരുഷന്മാർ മാത്രം രാഷ്ട്രീയമുള്ളതെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയം ചിന്തിക്കുന്ന ആൾക്കാർ സ്ത്രീ വോട്ടർമാരാണ്. അപ്പോൾ സ്ത്രീ വോട്ടർമാരാണെങ്കിലും പുരുഷ വോട്ടർമാരാണെങ്കിലും അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു